റിലയൻസ് ജിയോയുടെ വാല്യുവേഷൻ എമൗണ്ടിനെ പറ്റി അറിയാൻ വന്നതാണോ? വാ കേറി വാ. പറയാൻ മറന്നു, വെൽക്കം ടു എൻട്രി കോമേഴ്സ്. ഇപ്പൊ എല്ലാവരും ജിയോ IPO പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ആയിട്ടാണ് ഇത് വരുന്നത്. മുകേഷ് അംബാനി പുതിയ റെക്കോർഡ് ഇടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഫിനാൻസ് ആസ്പിരന്റ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. എങ്ങനെയാണ് ജിയോ എന്ന കമ്പനിക്ക് ഈ 15 ലക്ഷം കോടി രൂപയുടെ, അതായത് $180 ബില്യൺ വാല്യുവേഷൻ വരുന്നത്? ഇത് ചുമ്മാ പറയുന്നതാണോ, അതോ ഇതിന് പിന്നിൽ കൃത്യമായ കണക്കുകളുണ്ടോ? വാ നമുക്ക് ഇന്ന് അതൊന്ന് ഇഴകീറി പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ജിയോയുടെ മെയിൻ വരുമാന സ്രോതസ്സാണ്. മുന്നത്തെ വീഡിയോയിൽ കണ്ടതുപോലെ, അത് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് മുകളിലുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ ജിയോയുടെ ഇപ്പോഴത്തെ ആവറേജ് റവന്യൂ പെർ യൂസർ ARPU 212 രൂപയാണ്. അതായത് ജിയോ ഉപയോഗിക്കുന്ന ഓരോ ആളുകളും ശരാശരി 212 രൂപയാണ് മാസം കമ്പനിക്ക് നൽകുന്നത്. ഇപ്പോൾ ജിയോയ്ക്ക് ഏകദേശം 49 കോടി രൂപയുടെ വരിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു മാസത്തെ റവന്യൂ നമുക്കൊന്ന് കണക്കാക്കി നോക്കിയാലോ. 490 മില്യൺ യൂസേഴ്സ് ഇൻറ്റു 212 പെർ യൂസർ, അതായത് 10,388 കോടി രൂപ ഒരു മാസം മാത്രം. അപ്പോൾ ഒരു വർഷത്തെ വരുമാനം ഏകദേശം 1.25 ലക്ഷം കോടി രൂപയോളം വരും. കണ്ടോ, കളി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെയാണ് ഡാറ്റ അനലിറ്റിക്സിന്റെ പ്രസക്തി വരുന്നത്. ജിയോ ചുമ്മാ ഇരിക്കൊന്നും അല്ലല്ലോ. ഓരോ മാസവും 80 ലക്ഷത്തോളം പുതിയ ആളുകളെയാണ് അവർ ചേർക്കുന്നത്. പോരാത്തതിന് 5G വിപ്ലവം വരുന്നതോടെ ഈ 212 രൂപ എന്നുള്ളത് 250, 300 ഒക്കെ ആയിട്ട് ഉയരാം. ഇനിയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് വരുന്നത്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വന്നാൽ ജിയോയുടെ വരിക്കാര് കുറയുമോ? സ്റ്റാർലിങ്കിന്റെ ഹൈകോസ്റ്റ് കാരണം സാധാരണക്കാര് ജിയോ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ജിയോയുടെ ഗ്രോത്ത് സേഫ് ആണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഇനി വാല്യുവേഷനിലേക്ക് വരാം. കൊമേഴ്സിൽ നമ്മൾ പഠിക്കുന്ന EBITDA, അതായത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അങ്ങനെ EBITDA മൾട്ടിപ്പിൾ എന്നൊരു രീതിയുണ്ട്. ഈ ജിയോയുടെ ഇത്തരത്തിലുള്ള ലാഭം ഏകദേശം 60,000 കോടി രൂപയാണെന്ന് കരുതുക. ഇൻവെസ്റ്റേഴ്സ് ജിയോയെ വെറും ഒരു ടെലികോം കമ്പനി ആയിട്ടല്ല, ഒരു ടെക് ഭീമൻ ആയിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് മാജിക്. ഒരു കമ്പനിയുടെ വില നിശ്ചയിക്കുന്നത് അതിന്റെ ലാഭത്തെ ഒരു മൾട്ടിപ്പിൾ കൊണ്ട് ഗുണിച്ചിട്ടാണ്. ജിയോ വെറും ഒരു കമ്പനി അല്ലല്ലോ. ഡാറ്റയും ആപ്പുകളും 5G സാങ്കേതിക വിദ്യയും ഒക്കെയുള്ള ഒരു ടെക് യൂണിവേഴ്സ് ആണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇതിന് ഏകദേശം 25 മൾട്ടിപ്പിൾ നൽകാൻ ഉദ്ദേശിക്കുന്നു. അതായത് ജിയോയെ പോലൊരു കമ്പനി ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് റവന്യൂവിന്റെ 25 ഇരട്ടി കൊടുക്കാൻ റെഡിയാണെന്ന് സാരം. അപ്പൊ എങ്ങനെ വരും കാൽക്കുലേഷൻ? 60,000 കോടി രൂപയുടെ എബിറ്റ് റവന്യൂ ഉണ്ട്, ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ 15 ലക്ഷം കോടി രൂപ. കണ്ടോ, ഇങ്ങനെയാണ് ജെഫ്രീസിനെ പോലെയുള്ള കമ്പനികൾ ജിയോയ്ക്ക് $180 ബില്യൺ വില നൽകുന്നത്. ഇതുപോലെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കി അതിന്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ പഠിക്കുന്നത് ശരിക്കും ഒരു കലയാണ്. ഡാറ്റ അനലിറ്റിക്സും ഫിനാൻഷ്യൽ മോഡലിംഗും അറിയാവുന്ന ഒരാൾക്ക് ഇതൊക്കെ നിസാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരം സ്കില്ലുകൾ പഠിച്ചെടുത്താൽ കോർപ്പറേറ്റ് ലോകത്ത് നിങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇതാണ് എൻട്രി കൊമേഴ്സിന്റെ അപ്സ്കില്ലിംഗ് കോഴ്സുകളിലൂടെ നിങ്ങളെ പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോൺടാക്ട് ചെയ്യുക ആൻഡ് വെയിറ്റ് ഫോർ മോർ സച്ച് വീഡിയോസ്. പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ അറിയാലോ, യഥാവിധം തന്നേക്കണേ. താങ്ക്